സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 സയൻസിൻ്റെ 5th ചാപ്റ്റർ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ലെസണാണ്. ഇതിനകത്തിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ലെങ്ത് മെഷർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള മെഷർമെൻറ്റ് ഉണ്ട്. അതായത് ഒരു ദൂരം അളക്കുന്നതിന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നീളം അളക്കുന്നതിന് പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് ഉണ്ട്, അളവുകോലുകളുണ്ട്. അതിനെക്കുറിച്ചാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻസ്, പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് പഠിക്കുന്നത്, മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്. നമുക്ക് ലെസണിലേക്ക് പോവാം. ദീപ, എ ക്യൂരിയസ് 11-year-old ഗേൾ ലിവ്സ് ഇൻ എ ടൗൺ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഹരിയാനയിൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ദീപ. ദി ന്യൂ സ്കൂൾ ഇയർ ഹാസ് സ്റ്റാർട്ടഡ്. പുതിയ സ്കൂൾ വർഷം ആരംഭിച്ചു. സോ ദീപ നീഡ്സ് എ ന്യൂ യൂണിഫോം സിൻസ് ഷീ ഹാസ് ഗ്രോൺ ടോളർ. നമുക്കറിയാം, നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നീളം വെക്കും. അപ്പോൾ ദീപയ്ക്കും നീളം വെച്ചു, പുതിയ യൂണിഫോം വേണം. ഹെർ മദർ ടേക്സ് ഹെർ ടു ക്ലോത്ത് ഷോപ്പ്. ഷീ ആസ്ക് ഫോർ എ 2-meter ക്ലോത്ത് പീസ്. ഷോപ്പിൽ ചെന്നിട്ട് അമ്മ 2 മീറ്ററുള്ള തുണിയാണ് ചോദിച്ചത്. ദ ഷോപ്പ് കീപ്പർ മെഷർ ദ ക്ലോത്ത് യൂസിങ് എ മെറ്റൽ മെഷറിംഗ് റോഡ്. ആ ഷോപ്പ് കീപ്പർ എന്താ ചെയ്തെന്നറിയാമോ, നമ്മൾക്ക് ചെന്നുമ്പോൾ തുണി ചോദിക്കുമ്പോൾ അവർ മെറ്റൽ കൊണ്ടുള്ള ഒരു സ്കെയിലുണ്ട് അവരുടെ കയ്യിൽ. ഇത്രയും നീളമുള്ള 1 meter സ്കെയിലാണ്. ആ സ്കെയിലിന് 1 meter നീളമുള്ള ആ മെറ്റൽ റോഡ് വെച്ചാണ് അളന്ന് കൊടുക്കുന്നത്. ദെൻ ടൈലർ ടേക്സ് എ മെഷർമെൻറ്റ് യൂസിങ് എ ഫ്ലെക്സിബിൾ മെഷറിംഗ് ടേപ്പ്. എന്നിട്ട് ഈ തുണിയും കൊണ്ട് അവർ ടൈലറിൻ്റെ അടുത്ത്, തുന്നൽക്കാരൻ്റെ അടുത്ത് നിന്നപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ടേപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ അത് ഫ്ലെക്സിബിളാണ്. ഇതിങ്ങനെ നമുക്ക് വളയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടേപ്പാണ് ഉള്ളത്. അത് വെച്ചാണ് അദ്ദേഹം മെഷർമെൻ്റ് എല്ലാം എടുത്തത്. ആൻഡ് ഹെർ മദർ ഇൻസ്ട്രക്റ്റഡ് ദ ടൈലർ ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഹെർ യൂണിഫോം ബൈ 4 അങ്കുലം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഒരു 4 വിരലിൻ്റെ നീളത്തിൽ അവൾക്ക് ആ ഡ്രസ്സിന് നീളം കൂട്ടിക്കൊടുക്കണമെന്ന് ആ ടൈലറിനോട് പറഞ്ഞു. അതായത് അദ്ദേഹം എടുത്ത മെഷർമെൻറ്റിനെക്കാട്ടിൽ ഒരു 4 വിരൽ, ഫിംഗറാണ് പറയുന്നത് കേട്ടോ, അങ്കുല എന്ന് പറഞ്ഞാൽ. അപ്പം 4 വിരൽ ചേർത്ത് വെച്ചാലുണ്ടാകുന്ന അത്രയും അകലം കൂടെ, അതായത് നീളം കൂടെ കൂട്ടിക്കൊടുക്കണം എന്ന് ടൈലറിനോട് പറഞ്ഞു. Are the tape and the rod similar to the scale, and the elder sister has her geometry box? What did the mother means by 4 angula? നോക്കിയേ, ഈ കുട്ടി ഇപ്പോൾ ദീപ ചിന്തിക്കുന്നത്, അപ്പം മെഷറിങ് ടേപ്പ് വെച്ചാണ്. അതായത് ടൈലറിൻ്റെ കയ്യിലൊരു ടേപ്പ് ഉണ്ടായിരുന്നു, ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ടേപ്പ്. പിന്നെ ക്ലോത്ത് ഷോപ്പിൽ ചെന്നപ്പം മെറ്റൽ റോഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിം ലെങ്ത് ആണോ എന്നാണ് ഈ കുട്ടിയുടെ സംശയം. അതുപോലെ അമ്മ പറയുന്നത് 4 അങ്കുല എന്ന് പറഞ്ഞ നീളം എത്രയാണ്. ഇത്തരം കുറേ സംശയങ്ങൾ അവിടെ മനസ്സിൽ വരികയാണ്. ഒപ്പം തന്നെ ചേച്ചിയുടെ ജിയോമെട്രി ബോക്സിൽ കണ്ടിട്ടുള്ള സ്കെയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന റൂളർ, അതും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്, അതവിടെ ഒരു സ്കെയിലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദീപ ഷെയർസ് ഹെർ എക്സ്പീരിയൻസ് വിത്ത് ഹെർ സ്കൂൾ ഫ്രണ്ട്സ് അനീഷ്, ഹർദീപ്, പത്മ, തൻസ്നീം, ആൻഡ് ദിസ് ലീഡ്സ് ടു എ ഡിസ്കഷൻ എമംഗ് ദം. അവൾ ഇത് ചെന്ന് ഇവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണേ. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഹൗ ഡു വി മെഷർ, നമ്മളെങ്ങനെയാണ് അളക്കുന്നത്? ഹർദീപ് സെയ്സ്, ഐ ഹാവ് സീൻ മൈ ഗ്രാൻഡ് മദർ മെഷറിങ് ക്ലോത്ത് ബൈ ലെങ്ത് ഓഫ് ഹെർ ആം. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൈനീളം വെച്ചിട്ടാണ് തുണി അളക്കുന്നത്. ഹാവ് യു എവർ സീൻ ഹൗ എ ഫാർമർ മെഷറിങ് ലെങ്ത് ടു ഡിവൈഡ് ഹെർ ഫീൽഡ് ഇൻ ടു ബേർഡ്സ്? ഹി വോക്സ് ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് ഹിസ് സ്ട്രൈഡ്സ്, സെയ്സ് പത്മ. ഇനിയും ഈ കർഷകരുണ്ടല്ലോ, അവർ ചെറിയ ചെറിയ തട്ടുകളായിട്ട് തിരിക്കുമല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടോ, ഭൂമി ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകളായിട്ട് തിരിച്ചിട്ട് അവിടെ ഓരോ കൃഷികളൊക്കെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ജിഞ്ചറൊക്കെ, ഇഞ്ചിയൊക്കെ നടന്നു കണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കർഷകരിങ്ങനെ കാലിൻ്റെ, ഇപ്പോൾ ഇവിടെ ഒരു കാല് വെച്ചാൽ അടുത്ത കാലിന് ഈ ദൂരമാണ് അവർ അളക്കുന്നത്. ഇങ്ങനെ ഓരോ അകലം വെച്ച് കാലിങ്ങനെ അളന്നിട്ട് ഈ ദൂരം വെച്ചാണ് അവർ ബേഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പത്മ പറയണം. ഓ, നോട്ട് ജസ്റ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രൈഡ്, സംടൈംസ് ദേ ഓൾസോ യൂസ് ദ ലെങ്ത് ഓഫ് ദ
ഫീറ്റ് ടു മെഷർ. പിന്നെ പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാമോ, കാൽപാദങ്ങളുണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ പാദം, ഇത് ചെറിയ ഫീറ്റ്, ഈ ഫീറ്റിൻ്റെ അളവ് വെച്ചിട്ടും അത് ഇത്രയും ഈ ദൂരം വെച്ചിട്ടും എന്താ കൃഷിക്കാർ ലെങ്ത് അളക്കാറുണ്ട്. Deepa says exactly. Measuring length using body parts must be so much fun. Let us also measure something using a body part. ഇത് ഭയങ്കര ഒരു രസകരമായ ഒരു കാര്യമാണല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ബോഡി പാർട്സ് വെച്ച് ലെങ്ത് മെഷർ ചെയ്യുന്നത്. What should we measure? Okay, let us measure the length of a table in your classroom. Tasneem. നോക്കിയാൽ നമ്മൾ ക്ലാസ് റൂമിലെ എന്താ ബെഞ്ചിൻ്റെ ടേബിളിൻ്റെ ലെങ്ത് അളക്കുവാണേ. പത്മ ആഡ്. ആൻഡ് വിച്ച് ബോഡി പാർട്ട് ഷുഡ് വി യൂസ് ടു മെഷർ ഇറ്റ്? ഇത് മെഷർ ചെയ്യാൻ നമ്മൾ ഏത് ബോഡി പാർട്ട് യൂസ് ചെയ്യുന്നത്? ദീപ സേസ് ലെറ്റ് us യൂസ് അവർ ഹാൻഡ് സ്പാൻ. ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നുണ്ടോ, കയ്യുടെ അകലമാണ്. അതായത് സ്മോൾ ഫിംഗർ ടു തം, ഈ അകലത്തിനാണ് നമ്മൾ ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ലെറ്റ് us യൂസ് അവർ ഹാൻഡ് സ്പാൻ. ഐ വിൽ ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. ഐ ഹാവ് സീൻ മൈ മദർ യൂസിങ് ഇറ്റ് ആൻഡ് ഷീ കോൾസ് ഇറ്റ് ബലിഷ്ഡ്. ഇത് ഞങ്ങളുടെ അമ്മ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അമ്മ എന്താ പറയുന്നതിനെ ബലിഷ്ഡ് എന്നാണ് പറയുന്നത്. ഹർദി പാഡ്. ഓക്കെ, ലെറ്റ് us ഓൾസോ നോട്ട് ഡൗൺ അവർ മെഷർമെൻറ്റ്. നമ്മൾ ആ മെഷർമെൻറ്റ് ടേബിളിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണേ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മെഷർമെൻ്റ് ആണേ. അതായത് നമുക്കറിയാം നമ്മുടെ കൈയുടെ വലിപ്പം വ്യത്യാസപ്പെട്ടു അല്ലേ. അപ്പോൾ എൻ്റെ കൈയുടെ വലിപ്പമല്ല നിങ്ങളുടേത്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൈയുടെ വലിപ്പം നിങ്ങളുടേതല്ല, നിങ്ങളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ കൈയുടെ വലിപ്പം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. സോ ഓരോരുത്തരും എടുക്കുന്ന ഹാൻഡ് സ്പാൻ വ്യത്യാസം വരും. അനീഷിനാണെങ്കിൽ സ്ലൈഡി മോർ ദാൻ 13 ആണ്, പദ്മയ്ക്ക് 13 ഉള്ളൂ, തസ്നയോ കൊണ്ട് ഈ 5 പേരടന്നിട്ടും 5 പേരുടെയും മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നത്. ദാറ്റ് മീൻസ് എന്താ, അവരുടെ തമ്പ് ടു സ്മോൾ ഫിംഗർ വരെയുള്ള ഡിസ്റ്റൻസ്, അവരുടെ കൈയുടെ അളവ് വ്യത്യാസമാണെന്ന് അർത്ഥം. പത്മ സീസ് ഓ ദ നമ്പർ ഓഫ് ഹാൻഡ് സ്പാൻസ് ഇൻ ഡിഫറെൻറ്റ് ഫോർ ഓൾ ഓഫ് us. സോ വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ ലെങ്ത് ഓഫ് എ ടേബിൾ? ഓരോരുത്തരും അറിഞ്ഞപ്പോൾ ഓരോ മെഷർമെൻ്റ് ആയിട്ട്. ബട്ട് വൈ ഷുഡ് ദ നമ്പർ ബി ഡിഫറെൻറ്റ്? ഹർദീപ് ആസ്ക്ഡ് തോട്ട്ഫുള്ളി. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? അപ്പോൾ തസ്നീം പറയുന്നത് ഐ ക്യാൻ ഗെസ് അവർ ഹാൻഡ് സ്പാൻസ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസ്. നമ്മുടെ ഹാൻഡ് സ്പാൻ എന്താണ്, വ്യത്യാസമുണ്ട്. അനീഷ് ഗിവ്സ് ആൻ ഐഡിയ. ലെറ്റ് us ചെക്ക് ഇറ്റ്. നമുക്ക് നോക്കാം എന്ന് പറയാണ്. സോ ഓൾ 5 ഓഫ് ദം പുട്ട് ദിയർ ഹാൻഡ് സ്പാൻസ് എലോങ് ഈച്ച് അതർ ആൻഡ് അറൈവ് ദ കൺക്ലൂഷൻ ദാറ്റ് ലെങ്ത് ഓഫ് ദിയർ ഹാൻഡ് സ്പാൻസ് ആർ ഡിഫറെൻറ്റ്. അവർ കൈ വെച്ച് നോക്കിയപ്പോൾ അവരുടെ കൈയുടെ എല്ലാം അളവ്, നീളം വ്യത്യാസമാണ്. ദീപ സീസ് തോട്ട്ഫുള്ളി നോ വണ്ടർ പീപ്പിൾ യൂസ് സ്കെയിൽസ് ആൻഡ് മെഷറിംഗ് ടേപ്സ്. ഇതുകൊണ്ടാണ് ആൾക്കാർ സ്കെയിലും മെഷറിംഗ് ടേപ്പും ഒക്കെ ഉപയോഗിക്കുന്നത്, നമ്മുടെ ബോഡി പാർട്സ് വെച്ച് അളക്കാതെ. Deepa and her friends compare the length of the table with the length of their handspan. The length of the table is expressed in terms of handspan. Handspan അളവ് വെച്ചാണ് അവർ ആ ടേബിൾ അതിൻ്റെ നീളം അളന്നത്. Here the handspan used in measurement is an example of a unit and the length is expressed in 2 parts, number and unit. For example, if the length of the table is found 13 handspans, then 13 is the number and handspan is the unit selected for the മെഷർമെൻറ്റ്. അപ്പം നമ്മൾ 13 ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്, 13 എന്ന് പറയുന്നത് 13 പ്രാവശ്യം അവർ അളന്നു. ഏതായിരുന്നു അളവ്? ഹാൻഡ് സ്പാൻ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു സംഖ്യയും അതിൻ്റെ യൂണിറ്റും ഉണ്ടായിരിക്കാനകത്ത്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മൾ മെഷറിംഗ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് അർത്ഥം. However, handspans and other similar units such as length of hand, foot, feet and fingers differ from person to person. ഓരോ വ്യക്തികളെയും അനുസരിച്ച് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് വ്യത്യാസം വരും. ദസ് there is need for such a unit for which measurement of the same length made by different people do not differ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നമുക്ക് വേണം അല്ലേ. അതായത് ആൾക്കാർ ഓരോരുത്തരുടെയും ബോഡി പാർട്ടിൻ്റെ വ്യത്യാസം അനുസരിച്ച് എന്താ മെഷറിങ്ങിന് വ്യത്യാസം വരാൻ പാടില്ല. ഇന്ത്യ ഹാസ് എ റിച്ച് ഹിസ്റ്ററി ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം and dating back to ancient time. Angula, finger weight, multiple of angula, dhanusha and yojana are some of the unit mentioned in the ancient Indian literature. നമ്മുടെ ലിറ്ററേച്ചർ, അതായത് രാമായണം മഹാഭാരതം പോലെയുള്ള ഏൻഷ്യൻ ലിറ്ററേച്ചറുകളിൽ അങ്കുല, യോജന എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് മെഷറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് യൂസ്ഡ് ഇൻ മെഷറിങ്
Fact and architecture and town planning, the angula is still used in traditional craft people like carpenters and tailors. Tailors and carpenters ഇപ്പോഴും angula യൂസ് ചെയ്യുന്നുണ്ട്. Several objects which rule marking and could be scaled have been excavated from the site of Harappan civilization. നമ്മുടെ പഴയ സംസ്കാരമായിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് ഈ പലതരത്തിലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻസും കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സെവറൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇവോൾവഡ് ദിസ് ടൈം ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. ഹൗവർ വെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിപ്പം നമ്മൾ പറഞ്ഞല്ലോ ബോഡി പാർട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ പലരുടെയും ബോഡി പാർട്സ് പല അളവിലുള്ളതാണ്. സോ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ഉണ്ട്. അതാണ് ഈ അങ്കുല യോജന എന്നൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവരുപയോഗിക്കുന്ന യൂണിറ്റ് വ്യത്യാസമായി നമ്മൾ പറയുന്ന യൂണിറ്റ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. സോ there arises a confusion. ആകപ്പാടെ ഒരു പ്രശ്നം അവിടെ വീണ്ടും. This led to the different countries coming together and adopting a set of standard unit of measurement. The system of units now used known as International System of Unit or SI unit. അതുകൊണ്ട് എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് ചേർന്ന് ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്ക് വന്നു. സോ അതിനാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ SI യൂണിറ്റ് ഓഫ് ദ ലെങ്ത് ഈസ് മീറ്റർ. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ലെങ്തിനെ സംബന്ധിച്ച് മീറ്ററാണ്. ഇറ്റ് സിമ്പിൾ ഈസ് എം എന്നാണ് അത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. എ മീറ്റർ സ്കെയിൽ ഈസ് ഷോൺ ഇൻ ഫിഗർ 5.2. 1 meter ഈസ് ഡിവൈഡഡ് ഇൻറ്റു 100 ഈക്വൽ ഡിവിഷൻസ്. ഈച്ച് ഡിവിഷൻ ഈസ് കോൾഡ് 1 centimeter. ദാറ്റ് മീൻസ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 centimeter എന്നാണ് അർത്ഥം. ഇത് 100 centimeter ചേർന്നാൽ എന്തായി? ഒരു മീറ്ററായി. And you may see familiar with the smaller part of the meter scale, typically 15 centimeter long. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിലില്ലേ, അത് 15 centimeter ആണ്. 15 centimeter 100 centimeter വരുമ്പോൾ എന്തായി? 1 meter. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് 15 centimeterൻ്റെ സ്കെയിലാണ്. Look carefully at the 15 centimeter scale. It has marked in centimeter from 0 to 15. The length of any section between two consecutive big marks, such as between 1 and 2 or between 5 and 6, is 1 centimeter. Observe that these sections, നോക്കിയേ, ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് സെൻറ്റിമീറ്ററിൻ്റെ പറഞ്ഞിരിക്കുന്നത്, അതായത് 0-ൽ നിന്ന് 1 വരെ ഉള്ളത്. നമുക്ക് ഇതിനകത്തിൽ ചെറിയ ഒരു 10 വരകൾ കാണാൻ പറ്റും. അതിൻ്റെ നടുക്കത്തെ വല അല്പം വലുതുമായിരിക്കും. സോ ഈ 10 ചെറിയ വരകൾ കഴിഞ്ഞിട്ടാണ് 1 centimeter എന്നാണ്. പിന്നെ അടുത്ത 10 വരകൾ കഴിഞ്ഞിട്ടാണ് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഓഫ് 1 centimeter length is further divided into 10 equal parts. The length of the one of these smaller part is called millimeter. അപ്പോൾ ഈ ചെറിയ വരകളില്ലേ, 0-ക്കും 1-നും ഇടയ്ക്കുള്ള ഈ ചെറിയ വരകൾക്ക് ഒരെണ്ണം 1 millimeter എന്നാണ് പറയുന്നത്. അപ്പോൾ 10 centimeter ആണ്, 10 millimeter ആണ് നമ്മൾ 1 centimeter എന്ന് പറയുന്നത്. അതായത് 0-ക്കും 1-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1 centimeter, 1-നും 2-നും ഇടയ്ക്കുള്ളതും 1 centimeter, 2-നും 3-ക്കും ഇടയ്ക്കുള്ളതും 1 centimeter. പക്ഷേ ഈ 1 centimeter എന്ന് പറഞ്ഞാൽ 10 ചെറിയ വരകളാണ്. എന്ന് വെച്ചാൽ 10 millimeter ആണ് 1 centimeter എന്ന് പറയുന്നത്. 1 millimeter is the smallest value of length that you can measure using this scale. 1 millimeter is equal to 1/10 of the centimeter. 1 millimeter is equal to 0.1 centimeter. For measuring larger length, we use a larger unit called kilometer. കിലോ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ചെറിയ ചെറിയ അളവുകളെ കുറിച്ചാണ് പറഞ്ഞത്, മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ. പക്ഷെ നമുക്കറിയാം ഒരു തുണിയുടെ നീളമായിരിക്കത്തില്ല നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ദൂരം. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് നമുക്ക് മീറ്റർ സ്കെയിലിലോ അതല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ദൂരത്തിന് നമ്മൾ പറയാൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കിലോമീറ്ററാണ്. അപ്പോൾ 1 kilometer എന്ന് പറയുന്നത് 1000 meters ആണ്. അപ്പം നമ്മൾ കുറച്ച് മെഷർമെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. സോ 1000 meter എന്ന് പറഞ്ഞാൽ എന്താണ്? 1 kilometer. മനസ്സിലായോ? ആൻഡ് ഫോർ മെഷറിങ് സ്മോളർ ലെങ്ത്
വി യൂസ് യൂണിറ്റ്സ് ആസ് എ സെൻറ്റിമീറ്റർ ഓർ മില്ലിമീറ്റർ. മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ഒക്കെ നമ്മൾ ചെറിയ അളവായിട്ടാണ് ഉപയോഗിക്കുന്നത്, ചെറിയ ദൂരം അളക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വലിയ ദൂരം അല്ലെങ്കിൽ കുറേ ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ് കിലോമീറ്റർ യൂസ് ചെയ്യുന്നത്. Would it be convenient use the unit meter to measure the larger lengths, such as the length of the railway track between two cities, or to measure smaller lengths, such as thickness of a page of a book? അപ്പം നമുക്ക് ചെറിയ അളവുകൾ, അതായത് ചെറിയ അളവുകളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മില്ലിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യും. വലിയ കുറച്ചുകൂടി ഇപ്പോൾ തുണിയുടെയൊക്കെ അളവ് വന്നപ്പോൾ നമ്മൾ മീറ്ററിലാണ് ഉപയോഗിച്ചത്. പക്ഷേ ദൂരങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ള ഡിസ്റ്റൻസുകൾ അളക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആ മെഷർമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 1 kilometer is equal to 1000 meter, 1 meter is equal to 100 centimeter, 1 centimeter is equal to 10 millimeter. And in some scales you might have noticed another scale marking, this scale marking of inches, where 1 inch is equal to 2.54 centimeter. ഇത് നിങ്ങളുടെ സ്കെയിലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് റൂളറിൽ കാണാൻ പറ്റും 1 inch, അതായത് ഈ സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ മെഷർമെൻറ്റ് ഇതെന്ന് പറയുന്നത് 1 inch ആണ്. ഇപ്പോൾ 0 to 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 inch എന്നാണ്. ഈ 1 inch എന്ന് പറയുന്നത് എത്രയാണ്, 2.54 centimeter ആണ്. നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Nowadays, units such as inch and foot were used in measure length. These units are still used in some people. ഇപ്പോഴും ഈ യൂണിറ്റ്സ് ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. Suppose we all measure the length of the table again, but this time using a meter scale. Will our result will be different? ഒരു മീറ്റർ സ്കെയിൽ വെച്ച് അവർ അളക്കുകയാണ് ആ ടേബിൾ. നോ. But we should not first learn the correct way of using the scale to measure the length. നമുക്ക് സ്കെയിൽ വെച്ച് അളന്നാൽ ഡിഫറെൻ്റ് ഒന്നും ആവത്തില്ല, പക്ഷെ അതെങ്ങനെയാണ് അളക്കുന്നത്, സ്കെയിൽ വെച്ച് എങ്ങനെ അളക്കണം എന്നൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കറക്റ്റ് വേ ഓഫ് മെഷറിംഗ് ലെങ്ത്. For measuring any length, we need appropriate scale. For example, if you want to measure the length of your pencil, you may use 15 centimeter scale. നമ്മുടെ പെൻസിലൊക്കെ അളക്കാനാണെങ്കിൽ ചെറിയ സ്കെയിൽ മതി. ഒരു റൂം അളക്കാൻ ചെറിയ സ്കെയിൽ മതിയോ? പോരാ, അവിടെ മീറ്റർ സ്കെയിൽ തന്നെ വേണം, വലിയ 1 meter സ്കെയിൽ തന്നെ വേണം. അതായത് നമ്മൾ ക്ലോത്തൊക്കെ അളന്ന സ്കെയിലില്ല, റോഡ്, അതുപോലെ തന്നെ. യു കനോട്ട് ഡയറക്ട്ലി മെഷർ ദ ഗർത്ത് ഓഫ് എ ട്രീ. ഗർത്ത് മീൻസ് ഹൈറ്റ് ഓഫ് എ ട്രീ ഓർ ദ സൈസ് ഓഫ് യുവർ ചെസ്റ്റ് യൂസിങ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ വെച്ച് ഒരു ട്രീയുടെ സൈസ്, അല്ല നമ്മുടെ ചെസ്റ്റ്, അതായത് ഒരു ട്രീ നമുക്ക് വട്ടം അളക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് അറിയണമെങ്കിൽ നമുക്ക് മീറ്റർ റോഡ് കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്താ, അത് വളയത്തില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്കെയിൽ അവിടെ നമുക്ക് വേണം. അതാ നമ്മൾ ടേപ്പ് യൂസ് ചെയ്ത ആൾക്കാർ, ടൈലേഴ്സ് ടേപ്പ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, മെഷറിങ് ടേപ്പ്, അത് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതാണ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെ ഒരു സ്കെയിൽ കറക്റ്റായിട്ട് വെക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ചരിച്ച് വെക്കരുത്. നമ്മൾ ഏതിൻ്റെയാണോ അളക്കുന്നത് അവിടെ കറക്റ്റായിട്ട് നേരെ വെക്കണം. അതുപോലെ നമ്മൾ എവിടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എനിക്കിപ്പോൾ ഈ സാധനത്തിൻ്റെ ഇവിടെ മുതലാണ് അളക്കേണ്ടതെങ്കിൽ ഇത് സ്കെയിലിൻ്റെ 0യിലാണ് വെക്കേണ്ടത്. 0 എന്ന് പറയുന്നത്, അല്ല 1 വെക്കരുത് ഒരിക്കലും, 0യിലാണ് വെക്കേണ്ടത്. ഇതിൻ്റെ അറ്റം എവിടെയാണ് ഇരിക്കേണ്ടത്, 0യിൽ. എന്നിട്ട് മറ്റേ അറ്റം എവിടെയാണെന്ന് നോക്കണം. ഇതാണ് കറക്റ്റ് വേ ആയിട്ട് നമുക്ക് പറയുന്നത്. വാട്ട് ഈസ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ദ ഐ വൈൽ റീഡിങ് ദ സ്കെയിൽ. ഇനി സ്കെയിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി നിന്ന് നോക്കിയാൽ മതിയോ? പോരാ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ട്രൈങ് ടു മെഷർ ദ ലെങ്ത് ഓഫ് എ പെൻസിൽ ബൈ അലൈങ് ഇറ്റ് വിത്ത് ദ സ്കെയിൽ, ദ പൊസിഷൻ ഓഫ് യുവർ ഐ ഷുഡ് ബി ഡയറക്ട്ലി എബോവ് ദ ടിപ്പ് ഓഫ് ദ പെൻസിൽ. നോക്കിയേ, അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതൊരു സാധനത്തിൻ്റെയും മെഷർമെൻ്റ് എടുക്കണമെങ്കിൽ 0 ആണ് അതിൻ്റെ അറ്റത്ത്, കണ്ടോ, 0യുടെ നേരെയാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് നേരെ വെക്കുക, വെച്ചിട്ട് നേരെ മുകളിലേക്ക് നോക്കുക, കണ്ടോ, ഈ പൊസിഷൻ നേരെ മുകളിൽ നിന്ന് നോക്കുക ആണെങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പോൾ ഈ സൈഡിലൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ലെങ്ത്തിന് വ്യത്യാസം വരും. ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് എൻഡ് ഓഫ് എ സ്കെയിൽ ആർ ബ്രോക്കൺ. ഇനി എങ്ങനെയാണ് ആ സ്കെയിലിൽ അറ്റം പൊട്ടിയതാണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് ദ എൻഡ് ഓഫ് എ സ്കെയിൽ ആർ ബ്രോക്കൺ ഓർ 0 മാർക്കിംഗ് ഈസ് നോട്ട് ക്ലിയർ, ഇറ്റ് ക്യാൻ ബി സ്റ്റിൽ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്. With such scales, use any other full mark of the scale, say 1 centimeter. Then
you must subtract the reading of the mark from the reading of the other end. For example, in figure 5.6, the reading is one end is 1 centimeter and the other end is 10.4 centimeter. Therefore, the length of the object is 10.4 മൈനസ് 1 സെൻറ്റിമീറ്റർ. അതായത് ഇപ്പോൾ പറയുന്നത് ഈ സീറോ നമുക്ക് കാണത്തില്ല, അല്ലെങ്കിൽ സീറോയുടെ മെഷർമെൻറ്റ് ഇത്രയും ഭാഗം പൊട്ടിപ്പോയെന്ന് വെച്ചു, ഇവിടെ മുതൽ അങ്ങ് പൊട്ടിപ്പോയി, നമുക്ക് ഏകദേശം 1 മുതലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ, ഈ പെൻസിൽ 1ൻ്റെ നേരെ, അതായത് ഇതിൻ്റെ അറ്റമില്ല, ഈ പെൻസിലിൻ്റെ ഈ ലാസ്റ്റിലത്തെ അറ്റം, അത് 1ന് നേരെ വെക്കുക. 1ന് നേരെ വെച്ചിട്ട് അപ്പം നമുക്കറിയാം കുറച്ചുകൂടെ, അതായത് ഈ പൊസിഷനിലായിരിക്കത്തില്ല, പിന്നെ നെക്സ്റ്റ് പൊസിഷനിലായിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 1 മുതൽ ഇവിടെ വരെയുള്ള ദൂരം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15 കിട്ടിയെന്ന് വെച്ചോ, ആ 15 കിട്ടിയതിൽ നിന്ന് 15 മൈനസ് 1, എന്തായി മൈനസ് 1, 0യിൽ നിന്ന് 1 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കില്ലായിരുന്നല്ലോ. 0യിൽ നിന്ന് 1 വരെ എത്രയാണ്, 1 സെൻറ്റിമീറ്റർ. ആ 1 മൈനസ് ചെയ്താൽ 14 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതായത് 1ൽ നിന്നാണ് നമ്മൾ അളക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ എൻഡ് എത്ര ആണോ കാണിക്കുന്നത് അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറയ്ക്കണം എന്ന് അർത്ഥം, മൈനസ് ചെയ്യണമെന്ന്. ഓക്കെ. ദെൻ കറക്റ്റ് മെത്തേഡ് ഓഫ് പ്ലേസിങ് ദ സ്കെയിൽ വിത്ത് ബ്രോക്കൺ എൻഡ്. കണ്ടോ, അവർ തന്നിട്ടുണ്ടല്ലോ നമ്മുടെ, കണ്ടോ മുറിഞ്ഞു പോയതാണെങ്കിൽ ഈ 1ന് നേരെ വെച്ചുകൊണ്ട് മെഷർ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ നമ്പർ ഇപ്പോൾ 10 കിട്ടിയെന്ന് വെച്ചോ, ഈ 10ൽ നിന്ന്, അല്ലെങ്കിൽ 10.4 ആണ് കിട്ടിയെങ്കിൽ 10.4ൽ നിന്ന് ഈ 1 അങ്ങ് മൈനസ് ചെയ്യണം. ഹൗ വിഷ്വലി ചലഞ്ചഡ് സ്റ്റുഡൻസ് മെഷർ ദ ലെങ്ത്. എന്താ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടച്ച് ചെയ്ത് മെഷർ, അതായത് നമ്മൾ വിഷ്വലി ചലഞ്ച് ആയിട്ടുള്ളവർക്ക് ബ്രെയിൽ ആൽഫബറ്റ്സ് ഇല്ലേ, അതുപോലെ ടച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്കെയില് ഉണ്ട്. Let us measure. Select some object around you such as a comb, pencil, etc., eraser, etc. Measure their length by 1 ഇനി ഓരോ ഒബ്ജക്റ്റും നിങ്ങളെടുത്ത് വെച്ചിട്ട് എൻ്റെ പേര് ഇവിടെ എഴുതുക, അതിൻ്റെ ലെങ്ത് ഇപ്പം നമ്മൾ പറഞ്ഞ മെത്തേഡിൽ സ്കെയിൽ വെച്ച് അളക്കുക. Why are some length measuring device made up of flexible material? ചിലതൊക്കെ ഫ്ലെക്സിബിൾ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ക്ലോത്ത്, ടൈലേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടേപ്പ് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ആവശ്യം? വൈൽ റൈറ്റിംഗ് ദ ലെങ്ത് ഡു നോട്ട് ഫോർഗെറ്റ് ദ റൈറ്റ് ദ യൂണിറ്റ് ഓൾസോ. ഇനി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മെഷർ ചെയ്ത് ലെങ്ത് എഴുതുമ്പോൾ അത് സെൻറ്റിമീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, കിലോമീറ്റർ ആണോ, അതെല്ലാം കൃത്യമായിട്ട് എഴുതണം. Thus, your result will consist 2 parts. One part is number and other part is യൂണിറ്റ് ഓഫ് ദ മെഷർമെൻറ്റ്. അതായത് ഇപ്പം നമ്മൾ 10 സെൻറ്റിമീറ്റർ എന്നെടുത്ത് പറഞ്ഞാൽ എന്താണ് അർത്ഥം, 10 എന്നുള്ള ഒരു നമ്പരും സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും ആണ്. Some of your friends in the class would have measured the length of the same objects. Compare the length measured by you with that of your friends. Are the measured length the same or slightly different? If not the same, discuss the possible reasons. ഇനി നിങ്ങൾ പല സെയിം സാധനങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പീപ്പിൾ, നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, മെഷർ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റി, കറക്റ്റായിട്ട് 0യിൽ വെച്ചിട്ടുണ്ടാകത്തില്ല, ചിലപ്പം മുകളിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല, അതൊക്കെ ആയിരിക്കും. ഇനി ഈ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളുടെയും എന്താ സ്ട്രെയിറ്റ് റോഡ്സ് വെച്ചിട്ട് അളക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ചുറ്റളവുകൾ, നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ്, ഒരു മരത്തിൻ്റെ വണ്ണം, നിങ്ങളുടെ ബോട്ടിലിൻ്റെ തിക്നെസ്, ഇതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ എന്താ ചെയ്യുന്നത്, ചുറ്റി വെക്കണം. അങ്ങനെ ചുറ്റി വെക്കണമെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ടേപ്പിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. The unit of length such as kilometer, meter, centimeter and millimeter begin in the lowercase letters except at the beginning of the sentence. Their symbols km, m, cm and mm are also written in the lowercase letters. യൂണിറ്റ്സ് എല്ലാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്ററിലേ എഴുതാവൂ കേട്ടോ. ആൻഡ് ആർ നെവർ ഫോളോഡ് എസ് ഫോർ ദ പ്ലൂറൽ. ഒരിക്കലും എസ് എഴുതാനും പാടില്ല യൂണിറ്റ് എഴുതുമ്പോൾ. സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ് അങ്ങനെ എഴുതില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുന്നത്, മീറ്റർ, മില്ലിമീറ്റർ, ദെൻ സെൻറ്റിമീറ്റർ, കിലോമീറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്ററാണ് കിലോമീറ്റർ, ഇങ്ങനെ എഴുതും. ഒരിക്കലും എസ് എഴുതാൻ പാടില്ല. ആൻഡ് വൈൽ റൈറ്റിംഗ് ദ ലെങ്ത് ഓൾവേസ് ഹാവ് എ സ്പേസ് ബിറ്റ്വീൻ നമ്പർ ആൻഡ് യൂണിറ്റ്സ്. അതുപോലെ നമ്പർ എഴുതുമ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ 10 കഴിഞ്ഞിട്ട് ഒരല്പം മാറ്റിയേ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് ഇടാവൂ. അതായത് 10നോട് ചേർത്ത് സെൻറ്റിമീറ്റർ എന്ന് ഇടാൻ പാടില്ല. അതായത് യൂണിറ്റും നമ്പറും തമ്മിൽ ചെറിയൊരു
അകലം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച എന്താ? ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. കൺവേർഷൻ ഫാക്ടേഴ്സ് 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആൻഡ് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.